ഹായ് എവ്രി വൺ. സോ ഇന്ന് Jan 29 ആണ്. ന്യൂ മൂൺ ആണ്, കറുത്ത അല്ലേ. ശരിക്കും ന്യൂ മൂൺ ഫെമിനിൻ എനർജീനെയാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. നമ്മുടെ ഫെമിനിൻ സൈഡിൽ ഇന്നർ ഫെമിനിൻസ് ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് പുറത്തേക്ക് വരാം, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പ്രയാസമേറിയ ജോലിയും പുഞ്ചിരിച്ചുകൊണ്ട് ചെയ്താൽ എളുപ്പമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതൊരു കോട്ടാണ്. എന്ത് ജോലിയാണെങ്കിലും ജസ്റ്റ് ഒന്ന് സ്മൈൽ ചെയ്തുകൊണ്ട് അതിലൊരു ഇന്നർ പീസ് കണ്ടുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഷോർട്സിൽ നിങ്ങൾ ഡിവൈൻ മാസ്കുലിൻസിൻ്റെ എനർജി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവരുടെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള അവരുടെ ഫീലിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്. കളക്റ്റീവായിട്ടാണ് കേട്ടോ. ആൻഡ് കൂടെ കുറച്ച് നമുക്ക് ചിറ്റ്സ് എടുക്കാം. ഞാൻ സൈക്കിക് ആയിട്ടുള്ള കുറച്ച് ടാരോ ഒറാക്കിൾസിൻ്റെ മീനിങ് ലൈക്ക് എന്താ പറയുക, അവരുടെ ഡിസ്ക്രിപ്ഷൻസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചക്രാസ് ഉണ്ട് അതിൽ. അതുപോലെ തന്നെ അവരുടെ നിങ്ങളുടെ പേഴ്സണിനെ ഇനി എവിടെയാണ് ഹീൽ ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങൾ ലാസ്റ്റ് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് അവരുടെ കറൻറ്റ് ഫീലിങ്സ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറൻറ്റ് ഫീലിങ്സ് ഫോർ ടുഡേ, ഇന്നത്തെ അവരുടെ എനർജിയാണ് നോക്കുന്നത് കേട്ടോ. കളക്റ്റീവായിട്ട് മൂന്ന് വേവ്സിൽ സ്റ്റാർട്ടിങ്, മിഡിൽ സ്റ്റേജ്, യൂണിയൻ സ്റ്റേജിലേക്ക് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 3 പേർക്കുള്ള കളക്റ്റീവായിട്ടുള്ള മെസ്സേജസാണ്. ഞാൻ ഫയൽ ചെയ്യുന്നില്ല കേട്ടോ. യെസ്, സെക്കൻഡ് ചാൻസസ്. ഇനിയൊരു ചാൻസസ് നിങ്ങൾ കൊടുക്കുമോ എന്നവർ ചോദിക്കുകയാണ്. സെക്കൻഡ് ചാൻസസ് തരുമോ എന്നാണ്, അല്ലെങ്കിൽ പോയാലോ, സെക്കൻഡ് ചാൻസിന് വേണ്ടി നിങ്ങളത്തേക്ക് വന്നാലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. ആ ഒരു സമയം അവരെ സെൽഫ് റെസ്പെക്റ്റ് അവരെ ഒന്ന് പിടിച്ചു നിർത്തുന്നത്. വേണ്ട, ഞാൻ അവളെ ഉപേക്ഷിച്ച് പോയതാണ്, അപ്പോൾ അവൾ തരില്ല, അപ്പോൾ വേണ്ട, പോകണ്ട, സ്റ്റോപ്പ് ചെയ്യാം എന്ന് കരുതുന്നുണ്ട്. സോ ദേ ആർ ഗോയിങ് ടു അഡിക്ഷൻസ് ആണ് കാണിക്കുന്നത്. സോ പിന്നെ പറയുന്ന കാർഡ് ഫ്ലേർട്ട് കാർഡാണ്. സോ ദേ ലൈക്ക് ടു ഫ്ലോട്ട് വിത്ത് യു, അങ്ങനെ പറയാം. ഇപ്പോൾ ഞാൻ റീഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഓറഞ്ച് ബട്ടർഫ്ലൈ, ഒരു ബ്ലാക്ക് ബട്ടർഫ്ലൈ ഇങ്ങനെ ഫ്ലക്ചർ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ, മണി പ്ലാന്റിൻ്റെ അടുത്തേക്ക് കൂടെ. അവരുടെ ഡാർക്ക് സൈഡും കൂടി നിങ്ങൾക്ക് നിന്ന് കിട്ടാവുന്നതാണ്. ഇൻസെക്യൂരിറ്റീസിലൊക്കെ വർക്ക് ചെയ്യുക, അതാണ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് ബാലൻസിങ് എനർജി. നിങ്ങളുടെ DF എന്ന എനർജീസ് ബാലൻസ് ചെയ്യുന്നതും വളരെ നല്ലത്. സോ ബാലൻസിങ് എനർജി എന്നൊരു കാർഡും കൂടി വന്നിട്ടുണ്ട്. റീച്ചിങ് കൺക്ലൂഷൻസ്. എന്തൊക്കെയോ കൺക്ലൂഷൻസിൽ അവരെത്തുന്നുണ്ട്, അവരവരൊരു കൺക്ലൂഷൻസിലേക്ക് എത്തിക്കുന്നു. ഡീപ്പ് കണ്ടംപ്ലേഷൻസ്. അവർക്ക് നല്ല രീതിയിൽ നിങ്ങളോട് കണ്ടംപ്ലേഷൻസ് ഉണ്ട്, നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. അവരപ്പോൾ എത്ര വലിയൊരു കാര്യത്തിൽ എൻഗേജ് ആണെങ്കിൽ പോലും ബാക്ക് ഓഫ് ദ മൈൻഡ് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ചും. എന്തായിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു പോയി തെറ്റായി പോയല്ലേ. അവർ സെൽഫ് ഇൻട്രോസ്പെക്ഷൻസ് ആണ് നടക്കുന്നത്. ചിലവർക്കൊക്കെ ട്വിൻ ഫ്ലെയിം റെക്കഗ്നീഷൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ. പ്രഗ്നൻസി, അവർക്ക് നിങ്ങളുമായിട്ടുള്ളൊരു ഡിവൈൻ ചൈൽഡിനെ ആഗ്രഹിക്കുന്നുണ്ട്. സോൾമേറ്റ്, ചിലവർ സോൾമേറ്റ് എന്ന ടേമാണ് അവർക്ക് എത്തിപ്പെടുന്നത്. ആത്മാവിൻ്റെ പാതി തന്നെ. പേഷ്യൻസ്, ക്ഷമയോടെ കാത്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. പേഷ്യൻസ് വേണം, കാരണം ഇതൊന്ന് സെറ്റിൽമെൻറ്റ് ചെയ്ത് വരണമല്ലോ. എല്ലാ ടൈം നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷെ എന്ന് കരുതി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണമെന്നല്ല, നിങ്ങളുടെ ലൈഫായിട്ട് പോവാം, അവർ വരേണ്ട ടൈം വരും. കിഡ്സ്, മേ ബി ചിലവർ മാരീഡ് ആണെങ്കിൽ കിഡ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആയിരിക്കും അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു ബുദ്ധിമുട്ട്. മെസ്സേജസ് വരാത്തവർക്കാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ് സൂൺ ഓക്കെ വരുന്നുണ്ട് കേട്ടോ. എക്സ്പ്രസ് യുവർ ലവ്. നിങ്ങൾക്കും നിങ്ങളുടെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാം. ഫോർഗീവ്നെസ്, നന്നായിട്ട് ഫോർഗീവ്നെസ് ചെയ്യാൻ പറയുന്നുണ്ട്. ആൻസേഴ്സ് അറൈവിങ് ആൻഡ് ട്വിൻ ഫ്ലെയിം സ്റ്റേജസ് എന്നൊരു കാർഡ് കൂടി പറയുന്നത്. ഇതൊക്കെയാണ് ഇവരുടെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഫീലിങ്സ്. 2 കാർഡുണ്ട്. മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി അവർ കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ കമ്മിറ്റഡ് റിലേഷൻഷിപ്പ്, അവർക്ക് നിങ്ങളോട് കമ്മിറ്റഡ് റിലേഷൻഷിപ്പിൽ പോകാൻ വളരെ ആഗ്രഹിക്കുന്നതും പറയുന്നുണ്ട് കേട്ടോ. മിറർ സെൽഫ്, നിങ്ങൾക്ക് മിറർ എക്സസൈസ്, ഷാഡോ സെൽഫ് നന്നായിട്ട് ചെയ്യുന്നത് ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നതാണ് കേട്ടോ. ഈ ന്യൂ മൂൺ അക്യൂറേസിൽ വന്നിട്ടുള്ള നമുക്ക് വരുന്ന ഫിസിക്കൽ എസെൻഷ്യൽ സിംറ്റംസ്, ഇച്ചിങ് വരുന്നുണ്ടായിരിക്കും, ഡീപ്പർ, ഇന്നലെയൊക്കെ പെട്ടെന്ന് തല പൊന്താത്ത രീതിയിലുള്ള പെയിൻ 3 days ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഹെഡ് ഏക്ക്, പർജിങ്സ് വരുന്നുണ്ട്, ഇച്ചിങ് വരുന്നുണ്ട്, ഭയങ്കര ടയേർഡ്നെസ് വരുന്നുണ്ട്, ത്രോട്ടിലൊക്കെ ഇഷ്യൂ, സോർ ത്രോട്ട് പോലെയൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഈ ഒരു എസെൻഷ്യൽ സിംറ്റംസിൻ്റെ ഭാഗമാണ്. ബിക്കോസ് വി ആർ ഷിഫ്റ്റിംഗ് ഇൻ ടു 5D റിയാലിറ്റി. 5D ടൈം ലൈനിലേക്ക് നല്ല ഷിഫ്റ്റ് നടക്കുകയാണ്, നമ്മൾ ഷിഫ്റ്റ് ആവുന്നുണ്ട്. അതാണ് DNA ചേഞ്ചസ് വരുമ്പോഴാണ് ഇങ്ങനത്തെ സിംറ്റംസ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ പല രീതിയിൽ സിംറ്റംസ്, ടയേർഡ്നെസ്, ക്ഷീണം, ഭയങ്കര ഉറക്കം, എത്ര ഉറങ്ങിയാലും മതിയാവാത്ത പോലെ, ഇതൊക്കെ ഇതിൻ്റെ സിംറ്റംസ് ആണ് കേട്ടോ. സോ ഇതാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ മെസ്സേജസ്. ഇനി അവർക്ക് ഞാനിനി നോക്കാൻ പോകുന്നത് ഈ കാണുന്ന നിങ്ങൾക്ക് തരുന്ന ടാരോൻ്റെ ഒറാക്കിളിൻ്റെ മെസ്സേജസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതും അതിനുശേഷം നിങ്ങളുടെ പേഴ്സൺ ഏത് സ്റ്റേജിലൂടെയാണെന്നുള്ള മെസ്സേജസ് നോക്കട്ടെ. അപ്പം ഞാനിവിടെ കുറച്ച് ഷീറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, നോക്കട്ടെ. ഇത് കാണുന്ന സബ്സ്ക്രൈബേഴ്സുള്ള മെസ്സേജസ്.
നിങ്ങൾക്ക് കുറച്ച് മൈ ഗോഡ് 10 ഉണ്ടായിരിക്കും തോന്നുന്നു. നോക്കാം. റെസ്റ്റ് ആൻഡ് റിജുവനേറ്റ് 4 എന്ന നമ്പറാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ റെസ്റ്റ് എടുക്കൂ. നിങ്ങൾ ഈ ഒരു ജേർണി എന്തായിരിക്കും അതിലേക്ക് ഓവറായിട്ട് ഫോക്കസ് ചെയ്യാതെ റെസ്റ്റ് എടുക്കുന്ന ടൈമാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ എസെൻഷ്യൽ സിംറ്റംസ്, ഇതിൻ്റെ സിംറ്റംസിലൂടെ നിങ്ങൾ പോകും. നിങ്ങൾ റെസ്റ്റൊക്കെ എടുത്ത് റിജുവനേറ്റ് ആവും. റിജുവനേഷൻ മീൻസ് ഒക്കെ എന്തെങ്കിലും സ്പായോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ബ്യൂട്ടി ഇൻക്രീസ് ചെയ്യാനൊക്കെ നോക്കാം. 13 അഗെയിൻ 4 ആണ് കേട്ടോ. നേരത്തെ 4 ആണ്. 3 1 3 ട്രാൻസ്ഫോർമേഷൻസ്. നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻസ് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ എസെൻഷ്യൽ സിംറ്റംസ്, ട്രാൻസ്ഫോർമേഷൻ, റീബർത്തൊക്കെയാണ് നടക്കുന്നത്. ഹാർട്ട് ചക്രയിൽ വർക്ക് ചെയ്യുക. ലവ് ബിഗിൻസ്. നിങ്ങളുടെ പ്രണയം, നിങ്ങൾക്ക് അൺകണ്ടീഷൻ ലവ് തുടങ്ങുകയാണ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ശരിക്കും റിയൽ ലവ് എന്താണെന്ന് അറിഞ്ഞു തുടങ്ങി സ്നേഹിക്കാൻ തുടങ്ങുന്നുണ്ട് അൺകണ്ടീഷണലി. അടുത്ത കാർഡ് ടെംപ്റ്റേഷൻസ്. പല കാര്യങ്ങൾ ചെയ്യാനുള്ള ടെംപ്റ്റേഷൻസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ വെജിലൂടെ പോകുന്ന ആൾക്കാർ പെട്ടെന്ന് നോൺ വെജ് കഴിക്കാനൊക്കെ ടെംപ്റ്റേഷൻസ് വരുന്നുണ്ടെങ്കിൽ മേ ബി കഴിച്ചു കുഴപ്പമില്ല. നിങ്ങളുടെ സോള് ക്രേവ് ചെയ്യുന്ന കാര്യമായിരിക്കും. അത് അവിടെ സപ്രസ് ചെയ്ത് വെക്കേണ്ട, അത് ഹീൽ ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ക്രൗൺ ചക്ര 5. ക്രൗൺ ചക്ര ബ്ലോക്ക്ഡ് ആണെങ്കിൽ അതാണ് തലവേദനയൊക്കെ വരുന്നത്. അവിടെ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്തും ക്രൗൺ ചക്രയിൽ ഒരു ഹെഡ് ഏക്ക്, ഭയങ്കര ഭാരം ഫീൽ ചെയ്യുന്നതായിട്ട് ക്രൗൺ ചക്ര ഓം ശാന്തിക്കൊക്കെ ചെയ്യാം. നെക്സ്റ്റ് ആണ് നിങ്ങൾക്ക് ചലഞ്ചസ് ആൻഡ് ഒബ്സ്റ്റക്കിൾസ്. ഒരുപാട് 5 തന്നെയാണ്. ചലഞ്ചസും ഒബ്സ്റ്റക്കിൾസും കയോസ്. ഒരുപാട് പെട്ടെന്ന് ഭയങ്കര ചലഞ്ചസ് ഒക്കെ വരും. നിങ്ങൾക്ക് മണി നന്നായിട്ട് പോകുന്നതാണെങ്കിൽ പെട്ടെന്ന് മണി ഡൗൺ ആവുന്ന സിറ്റുവേഷൻസ്, ബിക്കോസ് അത് കംപ്ലീറ്റ്ലി നിങ്ങളെ ഷാറ്റർ ചെയ്ത് നിങ്ങൾക്ക് ഇനി അത് കാണിച്ചു തരികയാണ്. മണീനെ ഇനിയും ഒന്നുകൂടി നിങ്ങൾ റെസ്പെക്ട് ചെയ്യാനുള്ളത് ഉണ്ട് എന്നുള്ളത്. 8ാമത്തേത് പവർ. നിങ്ങളുടെ സ്ട്രെങ്ത് പവറിലേക്ക് വരൂ. സ്ട്രെങ്ത് കാർഡാണ് 8 എന്ന് പറയുന്നത്. ടാരോയിൽ പറയുന്നത് നിങ്ങൾക്ക് എല്ലാത്തിനുള്ള പവർ ഉണ്ട്. അതൊന്നും തിരിച്ചറിയുന്ന സമയമാണ്. അപ്പോൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇനി എന്താണ് ട്രൂത്ത് അല്ലെങ്കിൽ ലിച്ച് എന്നൊരു കാർഡാണ് പറയുന്നത് കേട്ടോ. മേ ബി അത് എന്താ പറയുക, സത്യത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോണസ്റ്റിലൂടെ പോകണമെന്ന് പറയുന്നുണ്ട്. 19 ആണ്. അഗെയിൻ ഹാർമോണി. ഓക്കെ, ഹാർമോണി. നിങ്ങൾ ചലഞ്ചസ് ഒക്കെ വരുമ്പോൾ നിങ്ങളൊന്ന് നല്ല സമാധാനപരമായിട്ട് പോവുക എന്ന് പറയുന്നുണ്ട്. ഹാർമോണിയിലൂടെ പോകും. നിങ്ങൾ ആ ഒരു മൊമെൻറ്റ് നിങ്ങൾ എൻജോയ് ചെയ്യും. സോളിറ്റ്യൂഡ്. ഓക്കെ, നിങ്ങൾ സോളിറ്റ്യൂഡ് മേ ബി ഒരു ഐസൊലേഷനൊക്കെ ഒന്ന് അനുഭവിക്കേണ്ടി വരും. ഒറ്റയ്ക്കുള്ള ജീവിതം ഒന്ന് എൻജോയ് ചെയ്യാൻ ശ്രമിക്കൂ. ഡിസ്ട്രപ്ഷൻസ് മേ ബി ചിലപ്പോൾ പെട്ടെന്ന് കരിയറോ എന്തെങ്കിലും പെട്ടെന്നൊന്ന് അതിൻ്റെ ബാലൻസ് പോകുന്ന സിറ്റുവേഷൻസ് പറയുന്നുണ്ട്. സ്പിരിച്വൽ യൂണിയൻ. നിങ്ങൾ മേ ബി നിങ്ങൾ ഹാർട്ട് ചക്ര മെസ്സേജസ് ആണ്. സ്പിരിച്വൽ യൂണിയൻ. നിങ്ങൾ ഡിവൈനുമായിട്ട് സ്പിരിച്വൽ യൂണിയൻ ആകുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളോടൊരു യൂണിയനിലേക്ക് വരുന്നു. ഇന്നോ യൂണിയൻ ടൈം ആണെന്ന് പറയുന്നു. ഇതൊക്കെ നിങ്ങൾക്കുള്ള മെസ്സേജസ് ആണ്. അപ്പോൾ എത്ര എണ്ണം വായിച്ചു നമ്മൾ? ഒരു 13 മെസ്സേജസ് ആണെന്ന് തോന്നുന്നു. ഇനി നിങ്ങളുടെ പേഴ്സണ് ഉള്ള മെസ്സേജസ് ആണ് നോക്കുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ ഏത് സ്റ്റേജിലാണ്, അവർ ഡിവൈൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്ന മെസ്സേജസ് അല്ലെങ്കിൽ അതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ 2 എണ്ണം വീണിട്ടുണ്ട്. ഡിസ്കണക്ട് ബോർഡം. അവർക്ക് നല്ല രീതിയിൽ ഭയങ്കര ബോറടിച്ചിട്ട് പോകുന്നുണ്ട് ലൈഫ്. കാരണം ഈ ജോലി ചെയ്യുക, പോവുക, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇത്രയുള്ള അവരുടെ ലൈഫിലൊരു ഫണ്ണോ എൻജോയ്മെൻറ്റോ ഇല്ല. അപ്പോൾ അവർ ഡിസ്കണക്ട് ചെയ്യണം. ഇതിൽ നിന്ന് മാറി നിന്ന് അവരൊന്ന് എൻജോയ് ചെയ്യണം. അത് ആ ഒരു മെറ്റീരിയലിസ്റ്റിക് ലൈഫ് അവർക്ക് ബോറടിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. അവരുടെ ഫൈഡി. സോ ബോർഡം അല്ലെങ്കിൽ അവർക്കൊന്ന് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു കൂടിയാണ് പറയുന്നത് കേട്ടോ. ആൻഡ് വിക്ടറി ആൻഡ് സക്സസ്. അവർക്ക് പല കാര്യങ്ങളിലും സക്സസ് നേടാൻ ആഗ്രഹിക്കുന്നുണ്ട്. 6 ആണ് വിക്ടറി. എല്ലാത്തിലും വിജയിച്ച് വിജയശ്രീയിൽ ആളുതനാവാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ 2 മെസ്സേജസ് ആണ് വന്നത്. ഒരു 3 മെസ്സേജസ് കൂടി എടുക്കാം. മൂവിങ് ഔട്ട്. അവർക്ക് പല കാര്യങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് പെയിൻഫുൾ സിറ്റുവേഷൻ. 6 ആണ്. പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് ചാടണമെന്ന് ആഗ്രഹിക്കുന്നു. പ്രോസ്പെറസ് ബിഗിനിങ്. ഇനി നിങ്ങളുമായിട്ടൊരു ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതൊരു പ്രോസ്പെറസ് ആയിരിക്കും. അതിന് വേണ്ടിയായിരിക്കും മേ ബി ഒരു ഓവറായിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നുണ്ടായിരിക്കാം. ഇതിൽ ഇടയിൽ കൂടെ ഐ ലവ് യു എന്നൊരു കാർഡും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ ഒരുപാട് അവർ സ്നേഹിക്കുന്നുണ്ട് അൺകണ്ടീഷണലി. ഓക്കെ, തോന്നുന്നുണ്ടാവില്ല നിങ്ങൾക്ക്, പക്ഷെ ദേ ലവ് യു. നെക്സ്റ്റ് കാർഡ് ത്രോട്ട് ചക്ര. ഓക്കെ, അപ്പോൾ ത്രോട്ട് ചക്ര ശരിയാണ്. അവർ ത്രോട്ട് ചക്ര ബ്ലോക്ക്ഡ് ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ത്രോട്ട് ചക്രയിലും വർക്ക് ചെയ്യാം. ഈ 2 കാർഡ് കൂടി എടുക്കാം. അതോടെ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. 3 കാർഡ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് റിജോയ്സ് ഇൻ സെലിബ്രേഷൻ. യെസ്, സെലിബ്രേറ്റ് ചെയ്യാൻ. അവരോട് പറയാം ഹാർട്ട് ചക്ര ഉണ്ട്. ഹാർട്ട് ചക്ര ബ്ലോക്ക്ഡ് ആണ്. അപ്പോൾ ബ്ലോക്കായിരിക്കും, ക്രിയേറ്റിവിറ്റി ഐഡിയാസ് ഒന്നും വരില്ല. അപ്പോൾ അവരോട് പറയുന്നത് നിങ്ങളൊന്ന് സെലിബ്രേറ്റ് ചെയ്യൂ. ഒരു ഡേ എങ്കിലും സെലിബ്രേഷന് വേണ്ടി യൂസ് ചെയ്യുമെന്നാണ്. ഇപ്പോൾ ട്രാപ്ഡ് ഇൻ ഫിയർ എന്നൊരു കാർഡാണ്. അവർക്ക് ഫിയർ ഫാക്ടർ ഉണ്ട്. നിങ്ങൾക്കും അങ്ങനത്തെ ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ ഹീൽ ചെയ്യാം. മെറ്റീരിയലിസ്റ്റിക് പ്രഷർ. യെസ്, അവർ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വെൽത്ത് അബണ്ടൻസ് എന്ന കാര്യത്തിലേക്കാണ് ഓവറായിട്ട് ഫോക്കസ് ചെയ്യുന്നത്.
പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ് മൂവ് ചെയ്യൂ, നിങ്ങൾ സ്റ്റക്കല്ല, നിങ്ങൾ ഫോർവേഡ് മൂവ് ചെയ്യൂ എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 8 റിപ്പീറ്റഡായിട്ട് വരുന്നു, 8ഉം 9ഉം ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ മെസ്സേജസ്. അവർക്ക് ഫിയർ ഫാക്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഷാഡോ വർക്ക് ചെയ്തത് ഹീൽ ചെയ്യാവുന്നതാണ്. സോ ഇത്രയും മെസ്സേജസ് 20 ചിറ്റ്സ് വരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ത്രോട്ട് ചക്രയൊക്കെയാണ് അവർക്ക് പറയുന്നത്. ഫോർവേഡ് മൂവ്, സ്റ്റക്ക് ആവരുത്, ഒന്ന് ഈ ടെൻഷനിൽ നിന്നൊക്കെ ഒന്ന് കടന്നു നിങ്ങൾ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യാൻ ശ്രമിക്കാൻ പറയുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? യെസ്, എൻജോയ്മെൻ്റ് ആണ്. ക്രൗഡ് ചക്ര പറഞ്ഞു, തേർഡ് ഐ ചക്ര പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോടും കൂടി നിങ്ങൾ കാണുന്നതിന് നിങ്ങളും വർക്ക് ചെയ്യുമ്പോൾ എനർജറ്റിക്കലി അവർക്കും ആ ചേഞ്ചസ് വരുന്നതാണ്. അപ്പോൾ എൻജോയ് ചെയ്യുക, ഓരോ മൊമെൻറ്റ്സ് എൻജോയ് ചെയ്യുക, തന്ന ചക്രാസിലൊക്കെ വർക്ക് ചെയ്യുക, ഷാഡോ വർക്ക്സ് നന്നായിട്ട് ചെയ്യുക. ഈ ഷാഡോ വർക്ക്സിൻ്റെ കാർഡ് കൂടിയാണ് ഈ ഒരു ബാലൻസിങ് എനർജി എന്ന കാർഡ് കാണിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എനിക്ക് ഫീൽ ചെയ്തത്, ന്യൂ മൂണിൻ്റെ എനർജീസൊക്കെ. അപ്പോൾ ഇനി 2 ബോട്ടിൽസ് വരുന്നുണ്ട് അല്ലേ, ഫെബ്രുവരിയിൽ 2 ബോട്ടിലുണ്ട്. അതുപോലെ ശിവരാത്രി വരുന്നു, വാലന്റൈൻസ് ഡേ ഒക്കെ വരുന്നു. അപ്പോൾ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരും. സ്പിരിച്വൽ യൂണിയനൊക്കെയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. നിങ്ങളോട് സ്പിരിച്വൽ യൂണിയൻ ആകും, ബാക്കി സ്റ്റേജസ് പിന്നെ നടക്കുന്നതാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് മെസ്സേജസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. എനർജി ടാപ്പ് പറ്റി തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ചാനൽസ് മുന്നോട്ട് കാണാം, ഇല്ല ലീവ് ചെയ്യാം. നിങ്ങൾക്ക് എനർജി പറയുന്ന മാച്ച് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന മെസ്സേജസ് ഇന്നോ അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് വരുന്നതായിരിക്കാം. അതുപോലെ സോൾ പർപ്പസ് ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ് ടാരോ റീഡിങ്സ്, പെയ്ഡ് റീഡിംഗ് ആയിരിക്കും. ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ആകാശ് റെക്കോർഡ്സ് റീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസിന് ആകാശ് റെക്കോർഡ്സ് വഴി റീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സബ് കോൺഷ്യസ് ആയിട്ടുള്ള ഹീലിങ്സ് ഉണ്ട് 2 ലെവൽസ് ആയിട്ട്. ഓക്കെ, കർമ്മ ക്ലെൻസിങ് ചെയ്ത് കൊടുത്തിപ്പോൾ ഒരു ആൾക്ക് ചെയ്ത് കഴിഞ്ഞതാണ്. ആർക്കെങ്കിലും കർമ്മ ക്ലെൻസിങ് വേണമെങ്കിൽ അത് പെയ്ഡ് ആയിരിക്കും. വേണമെങ്കിൽ ഇത്രയും എക്സ്ട്രീം കർമ്മ ഉണ്ടെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ ക്ലെൻസിങ് ചെയ്ത് തരുന്നതാണ് കേട്ടോ. ഓക്കെ, സോ ഇതൊക്കെയാണ് എൻ്റെ സോൾ പർപ്പസ്. ആകാശ് റെക്കോർഡ്സും വേണവർക്കും കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു. നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക വേണമെന്നുള്ളവരാണെങ്കിൽ, കോൾ ചെയ്യാതിരിക്കുക. ഓക്കെ, സോ താങ്ക് യു.